നമസ്കാരം. ചെറിയൊരു ജലദോഷം ഒക്കെ അടിച്ചിട്ട് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഒന്ന് ഇൻ്റർവ്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂസ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ലാലേട്ടൻ്റെ, മമ്മൂക്കയുടെ ജീവിത വിജയം കൈവരിച്ച സക്സസ്ഫുൾ പീപ്പിൾ, അവരുടെ ഇൻ്റർവ്യൂസ്, പിന്നെ അങ്ങനെയുള്ള സിനിമകൾ, ബയോപിക്ക്, പിന്നെ വായിക്കുന്നത് ഓട്ടോബയോഗ്രഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പുതിയ പടം, ലാലേട്ടൻ്റെ മകൾ അഭിനയിക്കുന്ന പുതിയ പടം തുടക്കത്തിൻ്റെ ഇൻ്റർവ്യൂ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂ കാണാൻ, കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും, ചില ഫിലോസഫി കിട്ടും, അദ്ദേഹത്തിൻ്റെ തോട്ട്സ്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഒരു പുതുമയുണ്ടാവും. അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മുടെ ജൂഡ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ തുടക്കത്തിൽ പക്ഷേ ഒരു ഇൻ്റർവ്യൂ കണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ഇൻ്റർവ്യൂസ്, തുടക്കത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂസും കണ്ടു. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ കാണാനുള്ള എൻ്റെ ഹുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാൽ എന്ന മായയുടെ ആ ഒരു സ്പീക്കിംഗ് സ്റ്റൈൽ, അവരുടെ വിഷൻ, അവർ സംസാരിക്കുന്ന അവരുടെ ആ ഒരു ഇന്നസെൻസ്, ഓരോ കാര്യങ്ങൾക്കും വളരെ നെർവസാണ് കുട്ടി, പക്ഷേ പറയുന്നതിനൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്, നിലപാടുകൾ. ഈവൻ സുചിത്ര ചേച്ചിയും ലാലേട്ടനും ഒക്കെ അവർ ഗ്രൂം ചെയ്ത രീതിയായിരിക്കാം. അവർ വളരെ വ്യക്തമായിട്ട് ആ കുട്ടിക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കാനും ഇൻഡിപെൻഡൻ്റായിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറയാനുള്ള കഴിവ്. ഈവൻ ദോ ഷീ ഈസ് വെരി നെർവസ് ആൻഡ് ഷീ അഡ്മിറ്റ്സ്. ഈവൻ ഗലാട്ട പ്ലസ്സിൽ നമ്മുടെ ഭരദ്വാജ് രംഗൻ, അദ്ദേഹം വളരെ ചോദ്യങ്ങളിങ്ങനെ വ്യക്തമായിട്ട് ചോദിക്കുമ്പോഴും ഷീ അഡ്മിറ്റ്സ് അവരുടെ ഓവർ തിങ്കിങ് നേച്ചർ, അവരുടെ ഈ പറഞ്ഞ പോലെ ആങ്ഷ്യസ് നേച്ചർ, അവരുടെ ഇമോഷണൽ, ഭയങ്കര ഇമോഷണലാണ്, സെൻസിറ്റീവാണ്. അതൊക്കെ വളരെ ഫ്രാങ്കായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വളരെ ധൈര്യപൂർവ്വം അവർ പറയുന്നു. അതൊക്കെ വളരെ എന്താ പറയുക, അതുമാത്രമല്ല ഷീ ഹാസ് വെരി എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻറ്റ് തോട്ട് പ്രോസസ്സുള്ള ഒരാളാണ്. ഒരുപാട് ലോകം കണ്ട കുട്ടിയാണ്. ഒരുപാട് എന്താ പറയുക, മാർഷൽ ആർട്സ്, അത് ഇത്, പെയിൻറ്റിങ്, കവിത തുടങ്ങിയ എല്ലാ മേഖലകളിലും, അച്ഛൻ്റെ മകളല്ലേ, എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. ഈവൻ ആക്ടിങ്ങിനെക്കുറിച്ച് പോലും നമ്മളാരും ചിന്തിക്കാത്ത ഒരു 2-3 കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു. അതായത് ബോഡി മെമ്മറി ആൻഡ് മൈൻഡ് മെമ്മറി. അതൊക്കെ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ആ കുട്ടി പറഞ്ഞു. ഈവൻ ഭരദ്വാജ് രംഗൻ്റെ റിയാക്ഷൻ ഞാനപ്പോൾ കണ്ടു. ഇങ്ങനെ വാട്ട് ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട്, ഹൗ ഫിലോസഫിക്കലി ഷീ ഈസ് ടോക്കിംഗ് എന്നുള്ളതാണ്. ഡീപ്പർ മീനിങ്ങിലുള്ള പല കാര്യങ്ങളും ആ കുട്ടി പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചു, ഇങ്ങനെ സെറ്റിൽഡായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, 7 to 7 ജോബ്, രാവിലെ വരുന്നു വൈകുന്നേരം പോകുന്നു, ഒരു സ്ഥലത്ത് സെറ്റിൽഡായിട്ടിരിക്കുന്ന അങ്ങനെയുള്ളവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഈ കുട്ടി അങ്ങനെയല്ല. ഈ കുട്ടി പല സ്ഥലത്തും, ആ കുട്ടി തന്നെ പറയുണ്ടായി, ഞാൻ ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകണം തോന്നും, ഒരു ജോലി ചെയ്യുമ്പോൾ വേറൊരു ജോലി ചെയ്യണം തോന്നും, അങ്ങനെ ഒരു ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടി ആ ചോദ്യത്തിന് നൽകിയ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് നല്ലതാണ്, അങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഞാനങ്ങനെയല്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ലൈഫ് കുറച്ച് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അവർക്കും എൻ്റെ പോലത്തെ കുറച്ച് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടേസ്റ്റിംഗ് കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അതായത് എല്ലാവരുടെ ചിന്താഗതികളെയും സമന്വയിച്ച്, എല്ലാവരുടെയും മനസ്സിലാക്കി എല്ലാവരുടെയും അവരുടെ ഓൺ സ്പേസ് കൊടുത്ത് ജീവിക്കുക എന്നുള്ള ഒരു പാരൻറ്റിങ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടാകുന്നത് ലൈഫിനെക്കുറിച്ച്. സത്യം പറഞ്ഞാൽ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു വിസ്മയ. ഞാൻ ആദ്യം, നമ്മളെന്തായാലും ജൂഡ് ആൻ്റണിയുടെ പിന്നെ അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഉറ്റുനോക്കുന്ന സിനിമയാണ്. ലാലേട്ടൻ്റെ മകൾ വിസ്മയ അഭിനയിക്കുന്ന പടം എന്ന് പറയുമ്പോൾ അതും നമ്മൾ ഉറ്റുനോക്കുന്നതാണ്. എങ്കിലും ഇനി ഞാൻ ആ സിനിമ കാണാൻ പോകുന്നത് വിസ്മയ മോഹൻലാലിന് വേണ്ടിയിട്ടാണ്. കാരണം വിസ്മയ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്താണ് അഭിനയിച്ചിരിക്കുന്നതെന്ന് കാണാൻ ഒരു വല്ലാത്തൊരു ഒരു എൻതൂസിയാസം തോന്നുന്നു. പിന്നെ ജൂഡ് ആൻ്റണിയുടെ സിനിമ എന്ന് പറയുമ്പോൾ 2018 എന്ന ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റിന് ശേഷം അദ്ദേഹം ചെയ്യുന്നൊരു സിനിമയാണ്. 2018 എനിക്കും ഒരു ചെറിയ കഥാപാത്രം ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ അത് ഇതിൻ്റെ മാറ്റുകൂട്ടുന്നു. സോ ഫസ്റ്റ് കംസ് വിസ്മയ മോഹൻലാൽ നൗ, ദെൻ കംസ് ജൂഡ് ആൻ്റണി, ദെൻ കംസ് എന്താ പറയുക, ലാലേട്ടൻ, വിസ്മയ, ജൂഡ് ആൻ്റണി കോമ്പിനേഷൻ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ തുടക്കം. നിങ്ങളാരെങ്കിലും ഇൻ്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. സ്ട്രെച്ചിൽ കണ്ടിരിക്കാനും വളരെ രസകരമായി. അതുപോലെ സുചിത്ര ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട്,
നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫ്രീഡം ഓഫ് തോട്ടും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ വേണം എന്നുള്ള രീതിയിൽ അവർ വളർത്തി കഴിയുമ്പോൾ അവരോട് ഫ്രീഡം ഓഫ് തോട്ട് മാത്രം മതി, നിനക്ക് മനസ്സിൽ തോന്നിയാൽ മാത്രം മതി, എക്സ്പ്രഷൻ ചെയ്യാതിരിക്കരുത് എന്നിപ്പോൾ എങ്ങനെ എനിക്ക് പറയാൻ പറ്റും എന്നവർ പറഞ്ഞു. അതൊക്കെ നമുക്കൊക്കെ ഒരു ഐ ഓപ്പണറാണ്. കാരണം നമ്മൾ ഒരാളെ നമ്മൾ ഫ്രീഡം ഓഫ് തോട്ടും ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും ഒക്കെ ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ ആ രാജ്യത്തിൽ നമുക്ക് ഈവൻ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും എല്ലാവരുടേതായുള്ള സ്പേസും ഉണ്ടാവണം. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മറ്റുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെയുള്ള ഒരു സ്വാതന്ത്ര്യമായിരിക്കണം നമ്മളും അനുഭവിക്കേണ്ടത് എന്നുള്ളൊരു വലിയ തത്വം പറയാതെ പറഞ്ഞു വെച്ച ഇൻ്റർവ്യൂസിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റി. അതിന് ലാലേട്ടനും വളരെ രസകരമായിട്ട് മറുപടി പറഞ്ഞു. ഭയങ്കര രസകരമായിട്ടുള്ള കുറേ രസകരമാണ്, പക്ഷേ അതിനകത്ത് കാര്യമുള്ള ആ ഇൻ്റർവ്യൂസ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും തുടക്കം സിനിമയുടെ അണികൾക്കും തുടക്കം സിനിമയുടെ സംവിധായകനും അതിൽ അഭിനയിച്ച എല്ലാ അഭിനേതാക്കൾക്കും എൻ്റെ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. പടം ഒരു ഗംഭീര തുടക്കമാവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് വിസ്മയ.